നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മോദി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താലിയിൽ കൈവയ്ക്കാൻ കോൺഗ്രസിനെ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാമെന്ന കോൺഗ്രസിന്റെ സ്വപ്നം നടക്കില്ലെന്നും ജനങ്ങളുടെ സ്വപ്നമെന്തോ അതാണ് മോദിയുടെ സ്വപ്നമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വരെ നിങ്ങൾക്കൊപ്പം, അതാണ് എൻ്റെ സ്വപ്നം, മോദി പറഞ്ഞു. ജനങ്ങളുടെ വോട്ട് തട്ടിയെടുത്ത് പ്രിയപ്പെട്ട മതത്തിൻ്റെ വോട്ട് ബാങ്കിന് വീതം വെച്ചു കൊടുക്കാനാണ് കോൺഗ്രസിൻ്റെ യുവരാജാവും സഹോദരിയും ശ്രമിക്കുന്നതെന്നും മോദി ആരോപിച്ചു. കർണാടകയിലെ ബലഗാവിയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വയനാട് സീറ്റിൽ ജയിക്കാൻ കോൺഗ്രസ് തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1000-ഓളം ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസേബിനെ പ്രകീർത്തിക്കുന്ന പാർട്ടികളുമായാണ് കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നതെന്നും തങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ തകർത്തവരെക്കുറിച്ചും കൊള്ളയടിച്ചവരെക്കുറിച്ചും ജനങ്ങളെ കൊലപ്പെടുത്തിയവരെക്കുറിച്ചും അവർ സംസാരിക്കുന്നില്ലെന്നും മോദി കുറ്റപ്പെടുത്തി. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നും അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്നും EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടേയില്ല. പ്രകാശ് ജാവേദ്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ല. പോളിംഗ് ദിനത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികതയില്ലെന്നും താൻ വഴി ചിലർ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശിവനും പാപിയും പരാമർശം സ്വാഗതാർഹമാണെന്നും മുഖ്യമന്ത്രിയുടെ ഉപദേശം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. തെറ്റുപറ്റിയാൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കച്ചവട താൽപര്യം തലക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ. റെഡ് വളണ്ടിയർമാരെ നോക്കി P ജയരാജൻ നിൽക്കുന്ന ചിത്രവുമായി റെഡ് ആർമിയുടെയും പോരാളി ഷാജിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോസ്റ്റ്. ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയാൽ EP-ക്ക് ജാഗ്രത കുറവ് ഉണ്ടായി എന്നും ദല്ലാളുമാരുമായി ഇടതു നേതാക്കൾ അടുപ്പം പുലർത്തരുതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൺവീനർ സ്ഥാനം EP ഒഴിയണ്ടേ എന്ന ചോദ്യത്തിന് CPM ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം മറുപടി നൽകി. തിരുത്താൻ ആർജവമുള്ള പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യവും നീതിപൂർവവുമായ വോട്ടെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇത് സംസ്ഥാനത്ത് ഇത്രയും മോശമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്നും ഇരട്ട വോട്ടുകളും മരണപ്പെട്ടവരുടെ വോട്ടുകളും ഒഴിവാക്കി വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലുണ്ടായ ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പരാതിയിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം MP ജയരാജൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ BJP പ്രസിഡന്റിന് നോട്ടീസ് നൽകിയ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് MP ജയരാജന്റെ പരാമർശം. തെരഞ്ഞെടുപ്പ് ചട്ടം തുടർച്ചയായി ലംഘിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ 27 പരാതികളാണ് വിവിധ സംഘടനകളും വ്യക്തികളും ഇലക്ഷൻ കമ്മീഷന് നൽകിയത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ മോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ BJP പ്രസിഡന്റ് നദ്ദക്കാണ് നോട്ടീസ് നൽകിയത്. കുറ്റം ചെയ്തയാൾ രക്ഷിക്കുകയും മറ്റൊരാൾക്ക് നോട്ടീസ് നൽകുകയും കുറ്റം ആവർത്തിക്കുകയും ചെയ്താൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തിന് അപമാനമാണെന്ന് MP ജയരാജൻ പറഞ്ഞു. കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കം. പട്ടത്തുനിന്നും പാളയം വരെ മേയറുടെ വാഹനത്ത് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് ബസ്സിന് മുന്നിൽ കാർ വട്ടം നിർത്തിയിട്ട ശേഷമായിരുന്നു തർക്കം. ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. എന്നാൽ കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മോശമായി പെരുമാറിയെന്നും കാണിച്ച് KSRTC ഡ്രൈവർ യദുവും പോലീസിന് പരാതി നൽകി. ക്രൈസ്തവ പെൺകുട്ടികളുടെ പേര് പറഞ്ഞു ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ലെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലംബാനി. നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നുണ്ടെന്നത് തിരിച്ചറിയണമെന്നും പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സമുദായത്തിന് അറിയാമെന്നും പ്ലംബാനി പറഞ്ഞു. 6 വർഷം മുമ്പ് നടത്തിയ വിധി പ്രസ്താവത്തിൽ പിഴവ് സംഭവിച്ചെന്നും തിരുത്താൻ തയ്യാറാണെന്നും മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷിന്റെ തുറന്നു പറച്ചിൽ. ജഡ്ജിയായി ചുമതലയേറ്റെടുത്ത് 1 മാസത്തിനുള്ള ഹർഷ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ സിവിൽ കേസിലെ വിധിയെക്കുറിച്ചായിരുന്നു പരാമർശം. അടുത്തിടെ വായിച്ച ചില ലേഖനങ്ങളിൽ നിന്നാണ് വസ്തുത ബോധ്യപ്പെട്ടതെന്നും പുതിയ ജഡ്ജി എന്ന നിലയിൽ അമിതാവേശമാണ് പിഴവിന് കാരണമായതെന്നും മദ്രാസ് ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ പ്രഭാഷണത്തിൽ ജസ്റ്റിസ് ആനന്ദ് വെങ്കടേശൻ വ്യക്തമാക്കി.
SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് നൽകുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കാരങ്ങൾ വരുത്തി. SSLCക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റ് ഇനി ഉണ്ടാവില്ല. നേരത്തെ SSLC പരീക്ഷയിൽ ഗ്രേസ് മാർക്കും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റും നൽകുന്ന രീതിയിലായിരുന്നു. ഇതിനാണ് മാറ്റം വരിക. മെയ് 1 മുതൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഒഴിവാക്കി എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ മാത്രം നിർത്തി യാത്ര നടത്തും. എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കുമ്പോൾ എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ വേണാട് എക്സ്പ്രസ് നിലവിലെ സമയക്രമത്തേക്കാൾ 15 മിനിറ്റോളം മുൻപേ ഓടും. തിരിച്ചുള്ള യാത്രയിൽ എറണാകുളം നോർത്ത് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്റ്റേഷനുകളിലും 15 മിനിറ്റോളം നേരത്തെ എത്തും. തിരുവനന്തപുരം AI ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമന ലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിവെച്ചു. 1 വർഷത്തേക്ക് 25 ലക്ഷം നോട്ടീസ് വിതരണം ചെയ്യാനുള്ള കരാറാണ് കെൽട്രോണിന് നൽകിയിരുന്നത്. എന്നാൽ നിയമലംഘനങ്ങൾ 50 ലക്ഷം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് നിർത്തിയത്. അച്ചടിയും തപാൽ കൂലിയും കവറും ഉൾപ്പെടെ ഒരു നോട്ടീസിന് 20 രൂപയാണ് പ്രതിഫലം. അധിക തുക ആവശ്യപ്പെട്ട് കെൽട്രോൺ മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട്. നോട്ടീസ് നിർത്തിവെച്ചെങ്കിലും AI ക്യാമറകൾ കണ്ണടച്ചിട്ടില്ല. പിഴ ചുമത്തൽ തുടരുന്നുണ്ട്. ഈ ചലാൻ വഴി പിഴ ചുമത്തുമ്പോൾ വാഹന ഉടമയുടെ മൊബൈൽ നമ്പറിൽ SMS ആയി ലഭിക്കും. എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കാറില്ല. മൊബൈൽ നമ്പർ കൃത്യമല്ലെങ്കിൽ നോട്ടീസിലൂടെയാണ് വിവരം അറിയുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.